ഇവിടുത്തെ വിശേഷങ്ങൾ പറയാൻ നിന്നാൽ എനിക്ക് 1000 നാവാണ്. കാരണം ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരില്ല. അത്രയധികം ഉണ്ട് പറയാനായിട്ട്. അപ്പോൾ കണ്ണൻകുട്ടിയും അച്ചാച്ചനും കല്യാണിയും ജാനിയും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ദിവസം നമ്മൾ താലപ്പൊലിയുടെ അന്നാണ്. ഇവിടുത്തെ ഏതോ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണല്ലോ സ്വാതിയുടെ വീട് എന്നുള്ളത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് വലിയ രമണീയമൊന്നും ആയിട്ട് പണ്ട് തോന്നിയിരുന്നില്ല കേട്ടോ. കാരണം ഒരു പാടായിരുന്നു ഇത്. അച്ഛന് തറവാട്ടിൽ നിന്ന് കിട്ടിയ ഭാഗമായിരുന്നു കേട്ടോ. അതൊരു പാടായിരുന്നു. ഫുൾ ഇങ്ങനെ പാടായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അച്ഛൻ കല്യാണം കഴിക്കുന്നതിൽ മുൻപാണെന്ന് തോന്നുന്നു തറയൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീടിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വീട് വെച്ചു. വീട് വെച്ചിട്ടാണെങ്കിലും മുഴുവനായിട്ടും പണികളൊന്നും തീർക്കാനായിട്ട് അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്റ്റെപ്പായിട്ടാണ് വീടിൻ്റെ പണികളൊക്കെ തീർന്നിട്ടുള്ളത്. അന്ന് ഞങ്ങൾക്ക് മുറ്റെന്ന് പറയാൻ പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മുറ്റത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് പാടത്തേക്കായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ്റെയൊക്കെ കഠിനമായുള്ള പ്രയത്നം കൊണ്ടാണ് ഞങ്ങൾക്ക് ചെറിയ മുറ്റെങ്കിലും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് ഉണ്ട് കേട്ടോ. അവിടുത്തെ ഈ കാണുന്ന കൊന്നമരങ്ങൾക്കും ചെടികൾക്കും പൂക്കൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ. അപ്പൊ താലപ്പൊലിക്ക് ആരും അങ്ങനെ വിരുന്നുകാരൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടാണെങ്കിൽ ഒരുപാട് വിരുന്നുകാരുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ വീട്ടിലാണെങ്കിൽ 7 പെൺകുട്ടികളാ. 7 പെൺകുട്ടികളും അവരുടെ ഭർത്താക്കന്മാരും അവരുടെ കുട്ടികളും ആകുമ്പോൾ തന്നെ ഒരു പൂരത്തിനുള്ള ആൾക്കാരൊക്കെ ആയിട്ടുണ്ടല്ലേ. ഇപ്പൊ അങ്ങനെ ആരും വിളിക്കാറില്ല കേട്ടോ. കാരണം എണ്ണസംഖ്യ കൂടി പേരക്കുട്ടികൾക്ക് വരെ കുട്ടികളായി. അപ്പൊ എണ്ണ ഊഹിക്കാലോ ഒരുപാട് അധികമാണ് കേട്ടോ. അപ്പൊ ആന്റി എല്ലാ വർഷവും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ട്. അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ, രണ്ടാമത്തെ ചേച്ചിയാണ്. അപ്പൊ ആന്റിക്ക് ഇപ്രാവശ്യം കാലിനൊക്കെ വയ്യാണ്ട് ആന്റി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആന്റിനെ ശരിക്കും ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആന്റിയുടെ വിടവ് നികത്താനായിട്ട് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് വല്യമ്മയായിരുന്നു കേട്ടോ. അമ്മനേക്കാളും നേരെ മൂത്ത വല്യമ്മയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അമ്മയ്ക്കൊരു സമാധാനം ഇല്ല. അമ്മ നാത്തൂനുള്ള ഫുഡൊക്കെ തന്നയച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുകൊടുത്തു കേട്ടോ. ആന്റിക്ക് കൊണ്ടുകൊടുത്തു. ഞാനും ചേട്ടനും ശ്രുതിയൊക്കെ കൂടിയാണ് കേട്ടോ, പിള്ളേരൊക്കെ കൂടിയാണ് കേട്ടോ കൊണ്ടുകൊടുത്തത്. അപ്പോൾ ആന്റിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആന്റിക്ക് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ ഭക്ഷണമൊക്കെ അവിടേക്ക് എത്തിച്ചല്ലോ. അപ്പോൾ ആന്റിക്ക് ഭയങ്കര സന്തോഷമായി. ആന്റി ആണെങ്കിൽ അവിടെ തനിച്ചേ ഉള്ളൂ കേട്ടോ. ചേട്ടനും വൈഫൊക്കെ പുറത്താണ്. അപ്പോൾ ആന്റി തനിച്ചേ ഉള്ളൂ. അപ്പോൾ ആന്റിക്കും ഭയങ്കര സന്തോഷമായി. ആന്റിയുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് കല്ലുൻ്റെയും ജാനുവിൻ്റെയും കയ്യിൽ ആന്റി കുറച്ച് പൈസ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വളയും മാലയൊക്കെ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് പഴയ ഓർമ്മകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പൈസയൊക്കെ തരും. താലപ്പൊലിയൊക്കെ ആയി കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങളും വളയും മാലയൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പൈസ തരുന്ന ഒരേ ഒരാൾ ഞങ്ങളുടെ ആൻറ്റിയാണ് കേട്ടോ. ആൻറ്റി വരുമ്പോൾ എന്തായാലും ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ തരും. വളയും മാലയും കളിപ്പാട്ടം ഒക്കെ വാങ്ങിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കല്ലൂനും ജാനുവിനും ഒക്കെ കൊടുത്തപ്പോൾ ഞാൻ പറയായിരുന്നു ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട പൈസയായിരുന്നു, ഇപ്പം അത് വാങ്ങാനായിട്ട് ഞങ്ങളുടെ മക്കളുണ്ടല്ലേ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ.